നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച UKFC സൂപ്പർ ലീഗ് സീസൺ 1 UKFC ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ നാസർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കിടഞ്ഞി യുണൈറ്റഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ UKFC സൂപ്പർ ലീഗ് 1 സംഘടിപ്പിച്ചു. UKFC ഗ്രൗണ്ടിൽ പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ അവരുടെ കൈകളിലെ സ്മാർട്ട് ഫോണിൽ മാത്രം ഒതുങ്ങിപ്പോയി അവര് അലസന്മാരായും മടിയന്മാരായും മാറുന്ന ഒരു സ്ഥിതിയിൽ അവരെ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് കളിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ കളിച്ച് നല്ലൊരു ടീമിനെയും നല്ല പ്രതിഭകളെയും വാർത്തെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ഗ്രൗണ്ട് മാറുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇന്ന് UP സ്കൂൾ പഠിക്കുന്ന കുട്ടികളിൽ പോലും ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഷുഗർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കളിക്കാനുള്ള ഇടങ്ങളില്ല, കളിക്കാനുള്ള അവസരങ്ങൾ ഇന്നില്ലാത്ത ഒരു സ്ഥിതിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോഗ്യപരമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ, ആരോഗ്യമുള്ള ഒരു യുവ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ പ്രദേശത്തെ ആളുകൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ നാട്ടിലെ റോഡുകളോ പാലങ്ങളോ അതുമായി ബന്ധപ്പെട്ട് എന്ത് വികസനം ഉണ്ടായിട്ടൊരു കാര്യമില്ല. പക്ഷെ വികസനം ഉണ്ടാകേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത്. വാർഡ് കൗൺസിലർ ആവോളം ബഷീർ അധ്യക്ഷത വഹിച്ചു. ദിക്കുകളിൽ അറിയിക്കുന്ന കളിക്കാർ ഈ പ്രദേശത്തു നിന്നുണ്ടാകണം. കളിയുടെ ലോകത്ത് ഇവിടെ മിഥുനായാലും അതുപോലെ മറ്റുള്ള പെലെയായാലും മറഡോണയായാലും മെസ്സി ആയാലും ഒക്കെ അവരാരും ജനിച്ചു വീണത് കാൽപന്ത് കളിയുടെ അഗ്രഗണ്യന്മാരായിട്ടല്ല അവർ ജനിച്ചത്. അവർ ജനിച്ചു വീഴുമ്പോ അവരുടെ ഒന്നും കാലുകളിൽ സ്വർണപാതകം ഉണ്ടായിരുന്നില്ല. അവർ ഇതുപോലുള്ള കളിക്കളങ്ങളിൽ, ഇതുപോലുള്ള ഗ്രാമീണ കളിക്കളങ്ങളിൽ നിന്നാണ് അവർ ലോകത്തോളം വളർന്നത്. ചടങ്ങിൽ മുഖ്യ അതിഥിയായി കേരള ഫുട്ബോൾ ക്യാപ്റ്റൻ വി മിഥുൻ പങ്കെടുത്തു. ഞാൻ ഇത് 8ാമത്തെ വർഷമാണ് സന്തോഷ് ട്രോഫി കളിക്കുന്നത്. അതിൽ ആദ്യത്തെ തവണ ഫസ്റ്റ് റൗണ്ട് തോറ്റു, 2ാമത്തെ തവണ സെമി ഫൈനൽ തോറ്റു, 3ാമത്തെ തവണ സെമി ഫൈനൽ തോറ്റു, 4ാമത്തെ തവണ 2018 ആദ്യമായിട്ട് കപ്പടിക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു എയിം ഉണ്ടെങ്കിൽ നമ്മളെപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക. അതിപ്പോൾ 1 തവണ തോറ്റാലോ 2 തവണ തോറ്റാലോ 3 തവണ തോറ്റാലോ അതിൻ്റെ പ്രയത്നം നിർത്താണ്ട് അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം അത് നമ്മളെ തേടി വരും. എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലായതാണ്. അപ്പം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ കളിക്കുന്ന എല്ലാ ടീമുകൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഈ ഒരു ഗ്രൗണ്ടും ഈ ഒരു ടൂർണമെൻറ്റും ഒരു തുടക്കം മാത്രമാകട്ടെ. ഇനി ഇവിടുന്ന് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ അടുത്ത ലെവലിലേക്ക് പ്ലേയേഴ്സ് വരട്ടെ എന്ന് ആശംസിക്കുന്നു. മിഥുനുള്ള ഉപഹാരം സ്വാഗത സംഘം ചെയർമാൻ K അബൂബക്കർ കൈമാറി. ചടങ്ങിന് അൻവർ കക്കാട്, ശ്രീജ MB, നൌഷാദ് മാസ്റ്റർ, T ജലീൽ മാസ്റ്റർ, CK ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. T മഹ്റൂഫ് സ്വാഗതവും MM നിസാർ നന്ദിയും പറഞ്ഞു. യുണൈറ്റഡ് കിടഞ്ഞി, ജിംജ അബുദാബി, ദുബായ്, ഷാർജ, തഗ്വ, കിസ്വ ഖത്തർ, ബുൾ റൈഡേഴ്സ്, FC വസ്റ്റോപ്പ് എന്നീ 6 ടീമുകൾ തമ്മിലാണ് മത്സരം നടന്നത്. ദുബായ്, ഷാർജ, തക്വ ടീം ജേതാക്കളായി. സമഗ്ര ന്യൂസ്, പാനൂർ.